നമ്മുടെ സ്ഥാനാർത്ഥികളിൽ എത്ര പേര് കൃഷിക്കാരുണ്ട്? കൃഷി കൊണ്ട് മാത്രം ജീവിക്കുന്ന എത്ര സ്ഥാനാർത്ഥികളാണ് നമ്മളുടെ മത്സരരംഗത്തുള്ളത്? 3 മുന്നണികളിലുമായിട്ട് 420 പ്രധാന സ്ഥാനാർത്ഥികൾ ഇപ്പോൾ മത്സരിക്കുന്നുണ്ട്. 140 മണ്ഡലങ്ങളിലുമായിട്ട് 420 പ്രധാന സ്ഥാനാർത്ഥികളുണ്ട്. മറ്റ് സ്വതന്ത്രരുമല്ലാത്തവരും വിമതരുമൊക്കെ വേറെയുണ്ട്. അപ്പോൾ ഇതിൽ കൃഷി കൊണ്ട് മാത്രം ജീവിക്കുന്ന എത്ര പേരുണ്ട് എന്ന് നോക്കുമ്പോൾ നമുക്ക് കേരളത്തിൽ കാർഷിക മേഖലയോട് നമ്മുടെ മുൻനിരയിലുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു മനോഭാവം എന്താണ്, നിലപാട് എന്താണ് എന്ന് മനസ്സിലാക്കാം. കഴിഞ്ഞ ദിവസം പാലക്കാട് പ്രധാനമന്ത്രി പ്രസംഗിച്ചപ്പോൾ പാലക്കാടാണ് കേരളത്തിൻ്റെ നെല്ലറയെന്നും പാലക്കാട് നെൽകൃഷിക്കാർ വളരെയധികം അവഗണനകൾ നേരിടുന്നുവെന്നും അവരുടെ നെല്ലെടുക്കാൻ ആളിൽ നിന്നും കെട്ടിക്കിടക്കുന്നു ഒക്കെ ഉള്ള കാര്യങ്ങൾ പ്രധാനമന്ത്രി NDAയുടെ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞു. പക്ഷേ ഈ NDA തന്നെ എത്ര സ്ഥാനാർത്ഥികളെ, കാർഷിക മേഖല കൊണ്ട് മാത്രം ജീവിക്കുന്ന എത്ര സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. അതുപോലെ തൊട്ടുപിറ്റേ ദിവസവും മറ്റോ കോട്ടയത്ത് UDFൻ്റെ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് രാഹുൽ ഗാന്ധി പറഞ്ഞു റബ്ബറിന് 250 രൂപ വില നൽകും, അത് പിന്നീട് 300 രൂപയിലേക്ക് എത്തിക്കും എന്നൊക്കെയുള്ള ഒരു വാഗ്ദാനം അദ്ദേഹം നൽകി. അപ്പോൾ കോട്ടയം റബ്ബറിൻ്റെ ഒരു സ്ഥലമായതുകൊണ്ടും റബ്ബർ ബോർഡും റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും ഒക്കെ അവിടെ സ്ഥിതി ചെയ്യുന്നതുകൊണ്ടും അദ്ദേഹം റബ്ബറിനെ പറ്റി അവിടെ പറഞ്ഞു. പക്ഷേ അദ്ദേഹം നെൽകൃഷിക്കാരുടെ ഒരു പ്രശ്നത്തെപ്പറ്റിയും നെൽകൃഷിക്കാർ നേരിടുന്ന അവരുടെ നെല്ല് സംഭരണ പദ്ധതിയുടെ ഒരു അലംഭാവങ്ങളെ പറ്റിയൊന്നും അദ്ദേഹം ഞാൻ കേട്ടില്ല. ഇനി അടുത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയും ഈ വന്യമൃഗങ്ങളിൽ നിന്നും കർഷകർ നേരിടുന്ന പ്രശ്നങ്ങളെപ്പറ്റി ഒരു വാഗ്ദാനവും നൽകുന്നതായിട്ട് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. ഒരു പാർട്ടി പോലും ഈ കൃഷി നശിപ്പിക്കുന്ന ആനയെ പിടിച്ചുകെട്ടും, അല്ലെങ്കിൽ പന്നികളെയൊക്കെ അറബിക്കടലിലേക്ക് ഓടിക്കും എന്നൊന്നും ഒരു വാഗ്ദാനവും ഒരു രാഷ്ട്രീയ പാർട്ടിയും നൽകിയിട്ടില്ല. അതേസമയം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ കാർഷിക മേഖലയിൽ മൃഗങ്ങളുടെ ഒരു ഭീഷണിയും ശല്യവും വളരെ വലുതായിക്കൊണ്ടിരിക്കുന്നു. കൃഷി മേഖലയിൽ നിന്ന് പലരും ആ കൃഷിയൊക്കെ ഉപേക്ഷിച്ച്, സ്ഥലമൊക്കെ ഉപേക്ഷിച്ച് അവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്നുള്ളൊരു ചിന്തയിലേക്ക് വരുന്ന ഒരു കാലമാണിത്. കഴിഞ്ഞ നിലമ്പൂർ ബൈ ഇലക്ഷൻ്റെ സമയത്ത് മാത്രമാണ് ഈ വന്യജീവികളുടെ ആക്രമണവും അത് കാർഷിക മേഖലയിൽ നേരിടുന്ന പ്രശ്നവുമൊക്കെ ആ ഒരു സമയത്ത് ഒരു സ്പോട്ട് ലൈറ്റിലേക്ക് വന്നിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു പ്രചരണ സമയത്ത് അത് കേരളത്തിൻ്റെ മുഖ്യധാരയിൽ ഈ വന്യജീവികളുടെ ആക്രമണം മൂലം കാർഷിക മേഖലയ്ക്കും കൃഷിക്കാർക്കും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വയനാട്ടിലും ഇടുക്കിയിലും ചില മണ്ഡലങ്ങളിൽ മാത്രം ഉണ്ടാകാം. പക്ഷേ കേരളത്തിൻ്റെ ഒരു മുഖ്യധാര രാഷ്ട്രീയ നേതൃത്വം അത് ഏറ്റെടുത്തിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കേണ്ടതുണ്ട്. നെല്ലിൻ്റെ കാര്യം പാലക്കാട് പറഞ്ഞു, പക്ഷേ അത് കേരളമൊട്ടാകെ എത്രയോ ജില്ലകളിൽ നെൽകൃഷിക്കാർ കൃഷി ചെയ്യുന്നുണ്ട്. 2005 തുടങ്ങിയ നെല്ല് സംഭരണ പദ്ധതി ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് അത് നശിപ്പിച്ച് നെൽകൃഷിക്കാർ നെട്ടോട്ടം ഓടുന്ന, കടമെടുക്കേണ്ട, അവരുടെ നെല്ല് സംഭരിക്കാൻ ആളില്ലാത്ത, അതുപോലെ നെല്ല് ഹാർവെസ്റ്റ് ചെയ്ത ശേഷം സൂക്ഷിച്ചു കഴിഞ്ഞാൽ അത് മോഷണം കൊണ്ടുപോകുന്ന, അങ്ങനെ നെൽകൃഷിക്കാരെ വലയ്ക്കുന്ന ഒരു ഭരണ സംവിധാനമാണ് കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ അതിന് എന്തെങ്കിലും ഒരു പ്രഖ്യാപനം ഇനിയും തുടരണം ഭരണമെന്ന് പറയുന്ന ശ്രീ പിണറായി വിജയൻ നടത്തിയതായിട്ട് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. നമ്മൾ വീണ്ടും ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അത് ചെയ്യും, നെൽകൃഷിക്കാരെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാമല്ലോ, അവരെ അത് കൊടുക്കും ഇത് കൊടുക്കും എന്നൊക്കെ. അതുപോലും ശ്രീ പിണറായി വിജയന് പറയാനുള്ളൊരു ധൈര്യം ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ്. അതുപോലെ മറ്റു കൃഷിക്കാരുടെ കാര്യം പോട്ടെ, അതുപോലെ വന്യമൃഗ ഭീഷണിയിൽ നിന്ന് കൃഷിക്കാർക്ക് ആനയെ പിടിച്ചു കിട്ടുമെന്നെങ്കിലുമൊക്കെ പിണറായി വിജയൻ പറയാമല്ലോ, അതുപോലും പിണറായി വിജയന് പറയാനുള്ളൊരു ധൈര്യം ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ്. കോൺഗ്രസ് റബ്ബറിൻ്റെ കാര്യം ഏറ്റെടുത്തു, അവർക്ക് 250 രൂപ കൊടുക്കും. കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത്, അതിന് മുമ്പത്തെ ഇലക്ഷൻ സമയത്തൊക്കെ റബ്ബറിന് 250 രൂപ കൊടുക്കുമെന്നൊക്കെ പ്രഖ്യാപനങ്ങൾ ഉണ്ടായതാണ്. പക്ഷേ ആ പ്രഖ്യാപനങ്ങൾ ഈ ഇലക്ഷൻ കഴിഞ്ഞ ശേഷം ആ പാർട്ടികളൊക്കെ തന്നെ അത് മറന്നു. ഇനി അടുത്ത തെങ്ങാണ് കേരളത്തിൻ്റെ പ്രധാന കാര്യം. വെളിച്ചെണ്ണയ്ക്ക് വലിയ വിലയും തേങ്ങയ്ക്ക് വിലയും ഉള്ളതുകൊണ്ട് നാളികേരം സംഭരിക്കണമെന്നോ എണ്ണക്കുരുവായിട്ട് പ്രഖ്യാപിക്കണമെന്നോ ഒന്നും ആരും ഇപ്പോൾ പറയേണ്ട ആവശ്യമില്ല. മറ്റ് കൃഷികളൊന്നും ഇവിടെ കേരളത്തിൽ ഇപ്പോൾ ഇല്ലാത്തൊരവസ്ഥയാണ്. പച്ചക്കറിയും പഴങ്ങളുമൊക്കെ തന്നെ തമിഴ്നാട്, കർണാടക, ആന്ധ്രയിൽ നിന്നൊക്കെ വരുന്നു. അതുപോലെ സുഗന്ധവ്യഞ്ജനങ്ങളുടെ കൃഷിയാണേലും അതൊക്കെ ഇപ്പോൾ ഇവിടുന്ന് വളരെ പോയിക്കൊണ്ടിരിക്കുന്നു.
നാളികേരമാണേലും ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും അധികം ഉൽപ്പാദിപ്പിക്കുന്നത് തമിഴ്നാടാണ്, കേരളമല്ല. അപ്പോൾ ആകെയുള്ള നെല്ലും റബ്ബറും കുറച്ച് തെങ്ങും കുറച്ച് വാഴക്കൃഷിയും പച്ചക്കറി കൃഷിയും ഒക്കെയാണ് നമുക്കിപ്പോൾ ഇവിടെ ഉള്ളത്. പിന്നെ തേയിലയും കാപ്പിയൊക്കെ ഒന്നും ഇപ്പോൾ അധികമാരും അതിനെപ്പറ്റി ഗവനിക്കുന്നില്ല. അപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ ഒന്ന് കൃഷി കൊണ്ട് ജീവിക്കുന്നവരെ എത്ര പേരെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തണമെന്ന് ചിന്തിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ചിന്തയൊന്നും വരുന്നില്ല. ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ ഓരോ മണ്ഡലത്തിൽ നിർത്തുമെന്ന് ഓരോ പാർട്ടികളും പറയുമ്പോൾ അതിൽ ഒരു കർഷകൻ വേണം. കൃഷി എന്നുള്ളത് എത്ര പാർട്ടികളാണ് അതിനെപ്പറ്റി ചിന്തിക്കുന്നത്? അതുപോലെ പ്രചരണ സമയത്തും കൃഷിക്കാരുടെ പ്രശ്നങ്ങൾ അത് കേരളമൊട്ടാകെ സ്വാധീനമുള്ള, അതുപോലെ ആളുകളെ സ്ഥാനാർത്ഥികളുള്ള പാർട്ടികൾ അത് പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് അതൊരു പ്രയോറിറ്റി ആയിട്ട് കേരളത്തിൽ ഇപ്പോൾ പറയുന്നില്ല എന്നുള്ളതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് കാർഷിക മേഖലയെ പാടെ അവഗണിക്കുന്ന ഒരു പ്രചരണ നയമാണ്, പ്രചരണ സമീപനമാണ് ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്.